അപ്പൊ ചേട്ടാ ടാറ്റ. ഫോണില്ലേ ഫോണില്ലേ അയ്യടി. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു നല്ല മഴ ദിവസമാണ് കേട്ടോ. ഇന്നലെ പിള്ളേർക്ക് മുടക്കായിരുന്നു, പക്ഷെ ഇന്ന് കളക്ടർ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ ഇന്നലെ എത്ര മണി വരെ, ഒരു വൈകുന്നേരം വരെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വൈകുന്നേരം തൊട്ടിട്ട് നല്ല മഴയുണ്ട് കേട്ടോ. അമ്മി മുടക്കങ്ങനെ പ്രഖ്യാപിക്കോ? മുടക്കത്തിന്റെ അല്ല, മുടക്ക് കിട്ടണേന്റെ അല്ല, പക്ഷെ നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല മഴ 10 മണിയായി ഞാൻ നിന്നാ പിന്നെ കുഴപ്പമില്ല, പക്ഷെ ഇതുമാതിരി മഴ പെയ്യുന്നുണ്ട്. ഇരുട്ടാണ് ഇപ്പോഴും. ഞാൻ ചെരുപ്പെടുത്തിട്ട് കാലൊക്കെ തണുത്തിട്ട് വയ്യാതെ. ഞാൻ അങ്ങനെ വീട്ടിൽ ചെരുപ്പിടാറില്ല, പക്ഷെ എനിക്ക് കാല് തണുത്തിട്ട് വയ്യ. കാലിൽ ചെരുപ്പൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ സ്കൂൾ ഉണ്ടാവും എന്തായാലും. അപ്പോൾ കറി ഇതൊക്കെ വെക്കട്ടെ. നേരെ വൈകി തണവത്തെ ഇങ്ങനെ കിടക്കുക നല്ല സുഖം ഉണ്ടായിരുന്നു. വേഗം പണി വെക്കാണ് കേട്ടെ. അപ്പം ഇന്ന് ചേമ്പാണ്. ചേമ്പ് വെച്ചിട്ടുള്ള മോര് കറിയാണ്. വെണ്ടക്കായ ഉപ്പേരി ഉണ്ടാക്കണം. ഇന്നത്തെ മീൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും നടക്കൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ എന്തെങ്കിലും ആഗ്രഹങ്ങൾ എഴുതി വെച്ചിരുന്നതാണ്. ബ്രിഞ്ചാതി വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ പറ്റുമോ നോക്കണം. സമയം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും, ഇല്ലയെന്നുണ്ടെങ്കിൽ ഉള്ളത് വെച്ചിട്ട് തട്ടിക്കും. വേഗം നന്നാക്കട്ടെ. എനിക്ക് വെണ്ടക്കായ വെച്ചിട്ട് നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നടക്കാൻ പോയി വന്നിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ എന്തെങ്കിലും കഴുകി വെക്കും. വന്നിട്ട് ചേട്ടൻ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നന്നാക്കും. അതുവരെ മോര് കറി വെക്കാം. കാലത്ത് എനിക്ക് ഞാൻ കുറച്ച് നേരത്തേക്ക് റിലേ പോയ പോലെയാണ് കേട്ടോ. ആകെ ഒരു കിളി പോയ അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. എന്താ ഇവിടെ വെച്ചെന്നൊരു ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ ശരിയാവും. അപ്പം ഞാൻ എന്തോ സാധനമൊക്കെ തപ്പി നടക്കാണ്. വെണ്ടക്കായൊക്കെ കഴുകി വെക്കുകയാണ്. എനിക്ക് അബ്ചേട്ടൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾ നന്നാക്കി തരും ചെയ്തായിരുന്നു, പക്ഷെ നല്ലോണം ലേറ്റ് ആയിട്ടോ. ഈ സ്കൂളിൽ പോകുന്നതുകൊണ്ട് എല്ലാ പണികളും ഞാൻ മാക്സിമം കാലത്ത് തന്നെ ചെയ്ത് തീർക്കും. അല്ലെങ്കിൽ ഒരു ഉപ്പേരി കൊടുത്തു വിട്ടാൽ മതിയല്ലോ. പക്ഷെ ഞാൻ ആ ചാറുകറി വെക്കുന്നുണ്ടെങ്കിൽ അതും എല്ലാതും അപ്പം തന്നെ വെച്ച് വെക്കും. പിന്നെ ആ ഒരു പണി കഴിഞ്ഞു പിന്നെ എനിക്ക് ഓഫീസിൽ പോയാലും അബ്ചേട്ടനുള്ള ഫുഡ് കൊണ്ടുപോകാനൊക്കെ സൗകര്യമല്ലേ. അപ്പം അങ്ങനെ ഞാൻ കാലത്ത് തന്നെ പണികൾ മാക്സിമം തീർക്കാൻ നോക്കും കേട്ടോ. അപ്പോൾ മോര് കറി ഇവിടെ എനിക്കും അബ്ചേട്ടനും ആമിക്കൊക്കെ ഭയങ്കര ഇഷ്ടം, പക്ഷെ ആദ്യം ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ടാണ് എന്തെങ്കിലും വേറെ ഉപ്പേരി കൂടി ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഞാൻ വെണ്ടക്കായ വെക്കാമെന്ന് വെച്ചാൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മോര് കറി മാത്രം മതിയാവും. അപ്പോൾ എനിക്ക് ഈ ചേമ്പിട്ട് വെക്കണത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ചേമ്പായാലും കായായാലും എനിക്കിഷ്ടമാണ്. പക്ഷെ ചേമ്പ് എന്തോ ഇപ്പോൾ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വെച്ച് തുടങ്ങിയതാണ്. വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, പക്ഷെ ഞാനിവിടെ വെച്ച് തുടങ്ങിയത് ഇപ്പോൾ ഈ അടുത്താണ്. പക്ഷേ എനിക്കിഷ്ടമാണ്. ഞാൻ അല്ലെങ്കിൽ കഷ്ണമൊന്നും ആദ്യം കഴിക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ചേമ്പിൻ്റെ കഷ്ണമൊക്കെ കഴിക്കും. വളർന്ന് വരുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഓരോ വരുന്ന മാറ്റങ്ങളെ. പക്ഷെ ഞാൻ ചെറുപ്പത്തിലും അത്യാവശ്യം പച്ചക്കറികളായാലും കഴിക്കുന്ന ആളാണ് കേട്ടോ. അമ്മ ഫുഡ് തന്നു വിടുമ്പോൾ അതൊക്കെ കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര വിഷമമാണ്. അമ്മ തന്ന ചോറ് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അമ്മയ്ക്ക് വിഷമാവില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. അങ്ങനെ ചേമ്പ് പിന്നെ മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. കൂടെ തന്നെ ഉപ്പ് ഇട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനത് അടച്ച് വെച്ചിട്ട് ഞങ്ങളുടെ വർക്ക് ഏരിയയിലുള്ള സ്റ്റൗമ്മ കൊണ്ടൊക്കെയാണേ. നമുക്ക് അബ്ചേട്ടൻ പറഞ്ഞ പോലെ ഇതെന്താ ഹോട്ടലാണ് ചോദിച്ച പോലെ ചപ്പാത്തിയും ഇത് മാച്ചിട്ട് വേറൊരു ഐറ്റം ഫ്രിഡ്ജിലുണ്ടായിരുന്നു, ഞാൻ മറന്നിരിക്കായിരുന്നു. മതി, പിള്ളേർക്ക് ചോറ് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വേറെ ഉണ്ടാക്കി കൊടുക്കാം. ഇതിവിടെ എഴുതി വെച്ചാൽ ഞാൻ മറക്കില്ല. ഞാൻ ഈ ബോർഡിൽ എഴുതി ഇത് കണ്ടിട്ട് അബ്ചേട്ടൻ ചോദിക്കാൻ എടുത്ത് ഇതെന്താ ഹോട്ടലോന്ന്. 3 നേരം ഇതുപോലെ വേറെ വേറെ വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട്. അതെന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ഞാൻ വേറെ ചപ്പാത്തി കറി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആഗ്രഹം മാത്രമാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ചെറുപയർ ഫ്രിഡ്ജിൽ ഇരിക്കണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതങ്ങനെ മുളപ്പിച്ചിട്ടുള്ള സാലഡ് ഉണ്ടല്ലോ, അത് നല്ലതല്ലേ, ഹെൽത്തി അല്ലേ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ അപ്പോൾ വഴുതനങ്ങ ഫ്രൈ ആദിയുടെ ഫേവറേറ്റ് ആണ്. വഴുതനങ്ങ കോവയ്ക്കൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്താൽ ആദിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദിക്ക് അല്ലെങ്കിലും ഫ്രൈഡ് ഐറ്റംസിനോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് കേട്ടോ. അത് ചിക്കൻ ഫ്രൈ ആയാലും ഫിഷ് ഫ്രൈ ആയാലും ആദ്യം സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ അവന് വിശക്കും.
ആ ഒരു ടൈപ്പാണേ. അപ്പം അന്ന് പച്ചക്കറി ആണല്ലോ ഉണ്ടാക്കിയില്ല, ബാക്കി അന്ന് നോണൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അവൻ ചോദിച്ചു, അമ്മ വഴുതന ഫ്രൈ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് റെസിപ്പി കണ്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കി നോക്കിയത്. ജസ്റ്റ് സാമ്പാർ പൊടി മാത്രം ഇട്ടാൽ മതി, ജസ്റ്റ് ഒരു തുണ്ട് ഉപ്പും. പക്ഷെ ഞാനൊരു ഭംഗിക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടേ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വഴുതനങ്ങയും കോവക്കൊക്കെ ഒരു പ്രത്യേകതരം ഫ്ലേവർ ഉണ്ട്. അത് നല്ല വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ലോണം കുക്കാവണം, അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പാർ പൊടിയും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് മസാലയൊക്കെ നന്നായി തേച്ചു കേട്ടോ. അങ്ങനെ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കണേ. കുറച്ച് നേരം നന്നായി മിക്സ് ചെയ്താൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചാൽ നല്ലതാണ്. ഒന്ന് ഫ്ലേവർ അതിൽ പിടിക്കുമല്ലോ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് അതിൽ എല്ലാ സ്ലൈസിലും കറക്റ്റ് എല്ലായിടത്തും എത്തണം കേട്ടോ. എവിടെയും വിട്ടു പോരുത്. ഇത് കുറേ പീസാകുമ്പോൾ ഇത് ഫ്ലെക്സിബിൾ അല്ലല്ലോ, കുറച്ച് സ്റ്റേബിൾ ആയിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ അത് എത്താനായിട്ട് എല്ലായിടത്തേക്കും നന്നായി മിക്സ് ചെയ്താലേ ആവുള്ളൂ. ഞാൻ മിക്സ് ചെയ്തു കേട്ടോ നന്നായിട്ട്. നോക്കിക്കോ. അങ്ങനെ അതെ നമ്മുടെ ആള് നടക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് റൈസ് കുക്കറിൽ നിന്ന് ചോറ് ഇറക്കി വെച്ച് വേവിച്ച് തരാം. വർക്കിംഗ് ഡേയ്സിൽ ചില ദിവസങ്ങൾ അബ്ചേട്ടൻ ചെയ്യും കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അബ്ചേട്ടൻ റൈസ് കുക്കർ എടുത്ത് കൊണ്ടുപോകുന്നു ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട്. ഞാൻ മോര് കറിയിലേക്കുള്ള നാളികേരത്തിന് ഇതുണ്ടല്ലോ അരപ്പ് റെഡിയാക്കാണേ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ നാളികേരം ജീരകം, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടാണ് അരയ്ക്കുക. മഞ്ഞൾപ്പൊടി ഇടും. അതിൽ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്, ചില ദിവസം ഇടും, അതിൻ്റെ മൂഡ് പോലെ. ഇന്ന് മഞ്ഞൾപ്പൊടി ഇട്ടു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോര് കറി ഉണ്ടാക്കാൻ. ഞാൻ ഉണ്ടാക്കുന്ന മോര് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചിലവരുണ്ടാക്കുമ്പോൾ പുളി അധികം ഒഴിക്കില്ല. പക്ഷെ ഇവിടെ എല്ലാവർക്കും പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് പുളി മുന്നിലേക്ക് നിന്നിട്ടുള്ളതായിട്ട് മോര് കറി ഉണ്ടാക്കുക. ഞാൻ പിന്നെ കുരുമുളക് ഇടാറുണ്ട്, അത് പറയാൻ മറന്നു. മുഴുവൻ കുരുമുളക് ഉണ്ടല്ലോ അത് ഇടാറുണ്ട്. പച്ചമുളകും ഇത് ഏകദേശം ഒരു ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ്, എരിവ് ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കാറ്. ഇത് പേടിക്കണ്ട, ഈ കളർ വരും. അത് തിളച്ച് വരുമ്പോൾ മഞ്ഞ കളർ എടുത്ത് വരും കേട്ടോ. അപ്പം ഞാൻ സൈഡിൽ വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയല്ലേ, ഓയിൽ ഫ്രൈ ചെയ്താൽ മതിയെന്നേ. അതാണ് നമുക്ക് ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ എന്താ വില. മോര് കറിക്ക് അരപ്പല്ലെത്തിയിട്ടുള്ളൂ, ഇനി നമുക്ക് തൈര് ഒഴിക്കണമല്ലോ. അപ്പം ഞാൻ തൈര് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്നടിച്ചിട്ട് ഒഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി നല്ല പുളിയുള്ള തൈര് ഉണ്ടാവും. അതും പിന്നെ ഞാൻ ലേറ്റസ്റ്റ് മേടിച്ച തൈരും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അടിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുളി കറക്റ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് ആക്കില്ലേ, അങ്ങനെ എന്താ പറയുക അതിനെ, അത് അങ്ങനെ ആക്കി എടുക്കുള്ളൂ. അപ്പം നല്ല കൺസിസ്റ്റൻസി കട്ടയൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ സ്റ്റവ് ഞാൻ ഓഫ് ചെയ്യും. പിന്നെ മൺചട്ടി ആയതുകൊണ്ട് അതിന് ചൂട് നമുക്ക് കുറച്ച് നേരം നിൽക്കുമല്ലോ. ഞാൻ സ്റ്റവൊക്കെ ഓഫ് ചെയ്ത് അതിൽ തൈര് ഒഴിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കട്ടിയായി വരും. അപ്പോൾ അതേ നമ്മുടെ കടുകൊക്കെ ഞാൻ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ക്യാമറ വെച്ചു, പക്ഷെ ഇത് ഓൺ ആക്കിയില്ല. അങ്ങനെ സൈഡിൽ വഴുതനങ്ങ ഒരു ട്രിപ്പ് ഫ്രൈ ചെയ്തെടുത്തു. നെക്സ്റ്റ് ട്രിപ്പ് ഇട്ടു കേട്ടോ. ഇതെന്താ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ കുറച്ച് കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് 2 നേരം കഴിക്കുമ്പോൾ അത് കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ആദ്യമൊക്കെ ഇപ്പോൾ ഫ്രണ്ട്സിനും കൂടെ കൊടുത്തു വിടണമെന്നാണ് അവരിങ്ങോട്ട് ചോദിക്കുക. ഞങ്ങൾക്ക് കൂടെ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം ക്വാണ്ടിറ്റി സ്കൂളിലേക്ക് കൊടുത്തു വിടും ചെയ്യും കേട്ടോ. അങ്ങനെ അബ്ചേട്ടൻ വന്നിട്ട് എനിക്ക് വെണ്ടക്കായൊക്കെ അരിഞ്ഞ് തന്നായിരുന്നു കേട്ടോ. നടക്കാൻ പോയി വന്നിട്ട് നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാൾ അരിഞ്ഞു നല്ല ഭംഗിയിൽ. പക്ഷെ ഞാനിത് അരിയാൻ നിന്ന് ഒരുപാട് സമയം എടുക്കും കേട്ടോ. അങ്ങനെ ഇത് അടുപ്പത്തിൽ കയറ്റി. പക്ഷെ ഇതെനിക്ക് കുക്കാവോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് അത്യാവശ്യം സ്ലോ കുക്ക് ചെയ്താലാണ് ഇതിനൊരു ടേസ്റ്റ് നല്ല ഫ്രൈ ചെയ്ത് വരണം. പക്ഷെ ഇന്നങ്ങനെ ഫ്രൈ ചെയ്ത് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ടിൽ ഞാൻ എടുത്തു. കാരണം ഇവന് മോര് കറി കൊടുത്തു വിടാൻ പറ്റില്ലല്ലോ. ഇതാണ് അവന് പാത്രത്തിലാക്കി കൊടുത്തു വിടാൻ പറ്റുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ. പക്ഷെ അബ്ചേട്ടൻ അരിയുടെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ആൾ ടീഷർട്ടൊക്കെ മാറിയിട്ടിട്ട് ആള് വിശാലമായി നിന്നിട്ടാണ് അരിഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ അത് ഇനി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ അതെ ആദ്യനെ ഡ്രസ്സ് മാറ്റിക്കുക. അബ്ചേട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളാണ് മാറ്റിക്കുക, അവനിടും തന്നെ, കുഴപ്പമൊന്നുമില്ല. ഈ വർഷം തൊട്ട് ആദ്യക്ക് ടൈ ഉണ്ട്. അങ്ങനെ ദേ ഞാൻ ചോറ് വാരി കൊടുക്കാൻ നിൽക്കാം. മറ്റേ പറക്കും തളിക സിനിമയിലത്തെ കല്യാണ ചെക്കൻ ഒരുക്കുന്ന പോലെ ആദ്യം ഇവിടെ ഒരുക്കും. ഒരാൾ ചന്ദനക്കുറ തൊടുന്നു, ഒരാൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നു, ഒരാൾ ചോറ് വാരി കൊടുക്കുന്നു. ബാഗിൽ വരെ ചിലപ്പോൾ ഞാൻ പാത്രമാക്കി കൊടുക്കും. കാലത്ത് തലമണ്ടയുടെ ഉള്ളിൽ കൂടെ പല കാര്യങ്ങളും ഓടുന്നതുകൊണ്ട് ഇരുന്നും നിന്നും ഒക്കെ ഞാൻ വാരി കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞ് അടുത്ത പണി, കാരണം ആമീനെ ഇവൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ആമിക്ക് ഇറങ്ങണേ. അപ്പം അതിൻ്റെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ഞാൻ എന്തൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ ഫുഡ് വാരി കൊടുക്കുന്നത്. അവൻ്റെ അടുത്ത് ഓരോന്ന് മറന്നു, അത് മറന്നു, അതെടുത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ബുക്സിൻ്റെ കാര്യമൊക്കെ ചോദിക്കണം. അങ്ങനെ അതെ ആദ്യം പോവായി. അബ്ചേട്ടൻ കാലത്തോട് സെൻറ്ററിൽ കൊണ്ടുവന്നാക്കണം. അതുകൊണ്ടാണ് കേട്ടോ ഈ ഹറിബറി. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മൂലയിൽ നിന്ന് കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും തിക്കും തിരക്ക് കൂട്ടണ്ട. ഇനി നെക്സ്റ്റ് ആമിയുടെ കൂടാണ്. അപ്പം ഞാൻ ആദ്യക്ക് വാരി കൊടുത്ത ആ ഇതിൽ തന്നെ ഞാനും ഇത്തിരി ചോറെടുത്തിട്ട് അതോടുകൂടെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതൊക്കെ ഞാൻ തീർത്തു കേട്ടോ. ഞാനും കഴിച്ചു ഫുഡ്. അപ്പോൾ അതേ കുഞ്ഞിയുടെ കുട കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വീട് മൊത്തം തപ്പി. എങ്ങനെയാണാവോ കുട ഇവിടെ എത്തിയത്, ആർക്കും ഒരു പിടിയില്ല. അത് ഈ കുട ഇവിടെ വരാൻ എങ്ങനെ ഒരു വഴിയില്ലല്ലോ. പോണില്ലേ അയ്യടി. ഞാൻ കുട വണ്ടിയിൽ വെച്ച് മറക്കണ്ട കേട്ടാ. അതിന് കുഞ്ഞിക്ക് ബാഗിൽ വെക്കുന്ന കുട മേടിക്കാൻ നല്ലത്. ഇതൊക്കെ മറക്കൊടുക്കാൻ കുഞ്ഞായ കാരണം മറക്കില്ലായിരിക്കും കേട്ടോ. നിങ്ങൾ മറക്കും, കുഞ്ഞ് മറക്കില്ല. അങ്ങനെ ആമീനെ പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പം ഞാൻ വീണ്ടും നമ്മുടെ പണികളിലേക്ക് കടന്നു. മേശയൊക്കെ തുടച്ചു. കാരണം അബ്ചേട്ടനൊക്കെ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ അബ്ചേട്ടൻ 24/7 ചാനൽ വെക്കും, ന്യൂസ് എന്തെങ്കിലും ചില ദിവസങ്ങളിൽ വെക്കും. അപ്പോൾ അത് വെച്ച് അതിലെന്തോ ഒരു രാഷ്ട്രീയ ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാനിങ്ങനെ സൈഡിൽ കൂടെ മേശയൊക്കെ തുടയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ സമയത്ത് അതിൻ്റെ ക്ലീനിങ് ടൈം, കാരണം ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാലാണല്ലോ മേശ തുടച്ചിട്ടിട്ട് കാര്യമുള്ളൂ. കാരണം ഇവരുടെ ബുക്സൊക്കെ പോയി. കാരണം തലേ ദിവസം പഠിക്കാൻ ഇരുന്നതിൻ്റെ ബുക്കൊക്കെ എങ്ങനെയായാലും ഈ മേശയും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അടുക്കി പെറുക്കി വെച്ച് ടീപ്പോയും കാര്യങ്ങളൊക്കെ തുടച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് കാണുമ്പോൾ ഞാനും അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബ്ചേട്ടനും നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നുവെച്ചാൽ പല സാധനങ്ങളും അവിടെ ഇവിടെ വെക്കുക. ആ സമയത്ത് അതൊക്കെ നോക്കാം. പേഴ്സ് എവിടെ, ഫോൺ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടാ. ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് കാണാം. ആള് ജോലിക്ക് ഇറങ്ങി കാറിലൊക്കെ കയറിയതിന് ശേഷമാണ് ഒരു സാധനം തപ്പണേ. ഞാൻ വീഡിയോയിൽ ഞാൻ പറയാം. ചേട്ടനും പിള്ളേരെ പോലെ തന്നെ ഞാൻ ചോറ് മാത്രം പാക്ക് ചെയ്യും കേട്ടോ. സ്പൂണൊക്കെ വെച്ച് തന്നെ. പിന്നെ കൈ കഴുകാൻ പോകണ്ടല്ലോ. കാരണം പല സൈറ്റിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കേണ്ടി വരുമ്പോൾ പിന്നെ കൈ കഴുകാൻ സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോണ്ട് തന്നെ കഴിക്കാമല്ലോ. അങ്ങനെ അതെ അബ്ചേട്ടൻ്റെ പാത്രവും പാക്ക് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ലഞ്ച് ബാഗിൻ്റെ പരിപാടികളോട് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ അബ്ചേട്ടൻ ഒരു ബാഗിലാക്കിയിട്ടാണ്. പതിവില്ലാണ്ട് ഹാഫ് സ്ലീവ് ഷർട്ടാണല്ലോ ഇട്ടേക്കുന്നത്. സാധാരണ അബ്ചേട്ടൻ ഫുൾ സ്ലീവാണ് കേട്ടോ യൂസ് ചെയ്യുക. ഇന്ന് എന്താണെന്ന് അറിഞ്ഞൂടാ, അന്ന് ഹാഫ് സ്ലീവ് ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഇതേ ബാഗൊക്കെ കൊണ്ടുപോകാൻ കേട്ടോ. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ അബ്ചേട്ടൻ പോകുമ്പോൾ ഇങ്ങനെ നിൽക്കാറൊന്നുമില്ല കേട്ടോ. ഇന്ന് എനിക്കെന്തോ സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ മൂഡനുസരിച്ച് തിക്കും തിരക്കും കുറേ പണികൾ പിന്നാലെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അബ്ചേട്ടൻ തന്നെ ബാഗ് എടുത്ത് പോവുള്ളൂ. പിന്നെ ചില ദിവസം പറയില്ല, അങ്ങനെ അങ്ങോട്ട് ആളെ ഇറങ്ങിപ്പോവും. അപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് തേക്കാനുള്ള ഡ്രസ്സ് ഹാഫ് സ്ലീവ് ഇട്ട് പോയതിൻ്റെ കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അബ്ചേട്ടൻ തേക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തേക്കാൻ കൊടുക്കണം കവർ എടുക്കാൻ പറഞ്ഞിട്ട് അതെടുത്ത് കൊടുക്കാൻ കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ കാലിൽ കയറി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഫോൺ എവിടെയെന്ന് പറഞ്ഞ് തപ്പണ കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു അയ്യോ ഫോൺ എവിടെയാണ്, ഞാൻ മേശയൊക്കെ തുടച്ചതാ, മേശയൊന്നും കണ്ടില്ല, എവിടെയാണെന്നോ സംഭവം ഇരിക്കുന്നത്. ടോയ്ലറ്റിൽ വെച്ചിട്ട് ഇറങ്ങി പോന്നേക്കുന്നത്. അങ്ങനെ ഞാൻ നേരെ ടോയ്ലറ്റിലേക്ക് ഓടിയിട്ടോ. ആ ഫോണൊക്കെ കയ്യിൽ കൊണന്ന് കൊടുത്തു. അങ്ങനെ അബ്ചേട്ടന് പോയി. ചെസ് നമ്പർ 3 ഇന്ന് അവരവരുടെ ഡ്യൂട്ടിക്ക് കയറി. ഇനി ഞാൻ ഗേറ്റൊക്കെ അടച്ച് ഇനിയും വീട്ടിൽ പണികളുണ്ട് കേട്ടോ. ചെറിയ രീതിയിലുള്ള പണികളൊന്നല്ല. അത്യാവശ്യം കാലത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കാണ്. പിന്നെ എനിക്ക് വൈകുന്നേരം ഇത്തിരി സമാധാനമാണ്, പക്ഷെ കാലത്ത് നല്ല തിരക്കാണ്. അങ്ങനെ ഞാൻ ഗേറ്റൊക്കെ അടച്ച് അകത്ത് കയറി. ഇനി വേണം എനിക്ക് എൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കാരണം ഇത്രയും നേരം ഇവരുടെ ഫുഡ് പാക്കിങ്, കുക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത്. ഇനി നമ്മുടേതായ കുറച്ച് പണികളിലേക്ക് ഇനി ഞാൻ കിടക്കൂട്ടോ.
അപ്പം ഞാൻ പച്ചരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി കിടക്കുന്നതിന് മുന്നേ. അപ്പോൾ അത് അരയ്ക്കണമായിരുന്നു, ഞാനത് മറന്നു പോയായിരുന്നു. അങ്ങനെ അതെ അതരയ്ക്കാൻ നിന്നു കേട്ടോ. ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിട്ടാണ്, കാരണം ഇന്ന് ആകെ ലേറ്റായില്ലോ എന്നൊക്കെയാണ് ഈ ആലോചിക്കുന്നത്. കാരണം വീഡിയോ എടുക്കാനും നിന്നു, എല്ലാം കൊണ്ട് ഇന്ന് ലേറ്റായി. അപ്പോൾ അതേ മാവൊക്കെ അരച്ചു, ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കും കേട്ടോ ഞാൻ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ദോശ ഉണ്ടാക്കാനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. മാവ് അരച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും കാലത്തായാലും എപ്പോൾ വേണമെങ്കിലും സംഭവം ഫുഡ് എന്തെങ്കിലും ഷോർട്ട് വരാണെന്നുണ്ടെങ്കിൽ റെഡി ടു കുക്കല്ലേ. ദോശ ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം, ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദോശമാവ് എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ഇത് 2-3 ദിവസം കൊണ്ട് തന്നെ ഇത് കഴിയും കേട്ടോ. മാക്സിമം പോയാൽ 3 ദിവസം, അതിനും അപ്പുറത്തേക്കൊന്നും ഈ മാവ് പോവില്ല. അങ്ങനെ ഞാൻ സൈഡിൽ എൻ്റെ മറ്റേ ദോശയില്ലേ, ദോശത്തട്ട് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, ഇത് എൻ്റെ മയങ്ങിയതായിരുന്നു. പിന്നെ എൻ്റെ എണ്ണ ഞാൻ കറക്റ്റ് തേച്ച് വെക്കാണ്ട് എന്താണെന്നാണ് അത് വീണ്ടും ഒട്ടിപ്പിടിക്കായിരുന്നു. പക്ഷെ ഞാനത് സെറ്റ് ചെയ്യണതിൻ്റെ 2-3 ദിവസത്തെ പ്രോസസ്സായിരുന്നു. പക്ഷെ അത് സെറ്റായി കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ദോശ ചൂടുന്ന ഒരു വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചരേ. അങ്ങനെ ഇതേ സിങ്കിൽ കുറേ പാത്രങ്ങളൊക്കെ എടുക്കണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴുകി വെച്ചു. പിന്നെ കിച്ചൻ്റെ സ്ലാബും കാര്യങ്ങളൊക്കെ നന്നായി തുടച്ചു വെച്ചു. പിന്നെ മിക്സി നന്നായി തുടക്കി വിടുക. മാവൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അതുമ്പോൾ പോയിട്ടുണ്ടാവും. പിന്നെ നാളികേരം അരച്ചതല്ലേ, അപ്പോൾ അതൊക്കെ ഞാൻ നീറ്റാക്കി വെക്കാറുണ്ട് കേട്ടോ. പക്ഷെ അത് നമ്മൾ അതാത് ദിവസം ചെയ്ത അതോടുകൂടെ തന്നെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളിത് പുതിയതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. ഞാനത് കുറേ വീടുകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, പെട്ടെന്ന് നാശമായ പോലെയൊക്കെ തോന്നും. പക്ഷെ അത് നമ്മൾ കൈയോടെ ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ്. കിച്ചണൊക്കെ നീറ്റാക്കി കേട്ടോ. കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരു ലോഡ് പണി ഉണ്ടാവും അല്ലേ. നമ്മളൊരു ഇതേപോലെ നീറ്റായിട്ടിരുന്ന കിച്ചണുമ്പിലാണ് ഞാൻ തുടങ്ങിയത് പണികൾ. എങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് കറക്റ്റ് വൃത്തിയിൽ ചെയ്താലും പാത്രങ്ങളില്ലാണ്ടിരിക്കില്ല, എന്തെങ്കിലും അഴുക്കാവാണ്ടിരിക്കില്ല. തിരിച്ച് ഈ ഒരു ലുക്കിലോട്ടാവാനുള്ള ഒരു പ്രോസസ്സ്. കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. ഇത്രയും അധികം പാത്രങ്ങൾ ഞാൻ ഇന്നത്തെ ദിവസം കാലത്തെ പാത്രം എൻ്റെ കഴുകിയിട്ടുള്ളതാണ് കേട്ടോ. അതെ, കിച്ചൺ നീറ്റാക്കി. ഞാൻ ഒരു സൈഡിൽ നിന്ന് ഞാൻ കാണിച്ചേരേ. നീറ്റായില്ലേ? കിച്ചൺ നീറ്റായി. എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കിച്ചണായാലും വീടായാലും നീറ്റാക്കി വെച്ച് പോകണം എന്നാണ് എൻ്റെ ഒരു ഇഷ്ടം. ഞാൻ മാക്സിമം അത് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ചില സാഹചര്യങ്ങൾ മാത്രമേ അത് പറ്റാതെ വരാറുള്ളൂ. പിന്നെ എൻ്റേതായ സെൽഫ് കെയർ ചെയ്യാൻ പോകാൻ. ഇന്ന് തല വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കേണ്ട ദിവസമായിരുന്നു. അപ്പം ഞാൻ എണ്ണയൊക്കെ ഇതിൽ വെച്ച് ചൂടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ തലയിൽ തേക്കുക. അപ്പം ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ വർദ്ധിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതുപോലെയൊക്കെ ട്രൈ ചെയ്ത് അങ്ങനെയെങ്കിൽ കുറച്ച് മുടി വളരാണെങ്കിൽ നല്ലതല്ലേ. പക്ഷെ എൻ്റെ മുടി നിങ്ങൾ അധികം വളർന്ന് കാണില്ല, കാരണം ഈ ഒരു ലെങ്ത് തന്നെ എൻ്റെ മുടിക്ക് എപ്പോഴും കാണുള്ളൂ കേട്ടോ. അങ്ങനെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കഴുകാണ്ടാവും. എല്ലാം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകാറില്ല കേട്ടോ. നമ്മുടെ ഇന്നർവെയേഴ്സും പിള്ളേർ യൂണിഫോം, പിന്നെ അച്ഛൻ്റെ വൈറ്റ് ഷർട്ട്, ബ്ലാക്ക് ഷർട്ട്, അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഞാൻ കല്ലുമ്മ തന്നെയാണ് ഇപ്പോഴും കഴുകുക. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ കഴുകും. അത് കുളിക്കുന്നതിന് മുന്നേ കഴുകിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ മേലൊക്കെ വീണ്ടും അഴുക്കാവില്ലേ. അങ്ങനെ അതൊക്കെ കഴുകാൻ. അങ്ങനെ വീട്ടിലിടുന്ന ഡ്രസ്സുകളുടെയും കൊട്ട നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നേരെയാക്കിയിട്ട് പിള്ളേർ ഇട്ട പാടെ അങ്ങനെ കൊണ്ടുവന്ന് ഇടുള്ളൂ മറിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റാക്കി നേരെയാക്കി ഞാൻ ഈ കൊട്ടയിലത്തെ ഡ്രസ്സുകളും വാഷിംഗ് മെഷീനിൽ കൊണ്ടുവന്ന് ഇടും കേട്ടോ. അതോടുകൂടെ ഞാൻ തോരയിടും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി ഈ വാഷിംഗ് മെഷീനിൽ തുണികൾ ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമേ തോരയിടുള്ളൂ കേട്ടോ. അപ്പം എൻ്റെ മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ പോവാ ലേറ്റായി. മൊത്തത്തിൽ വീഡിയോ എടുക്കുമ്പോൾ ആസ് ഓൾവേസ് യൂട്യൂബേഴ്സൊക്കെ പറയുന്ന പോലെ ഞാൻ ലേറ്റായി.
ഞാൻ പോട്ടെ കേട്ടാ. ഞാൻ കഴിഞ്ഞ തുണികളൊക്കെ തോരയിട്ട് എല്ലാ പണികൾ കഴിഞ്ഞു. വീടൊക്കെ നീറ്റാക്കിട്ടോ. പോട്ടെ. എല്ലാ സാമഗ്രിയും എടുത്ത് വെച്ചോ നോക്കട്ടെ കേട്ടോ. വെച്ചിട്ടില്ല. ഇത് കയ്യിൽ വെക്കാം. കുഞ്ഞിതല്ല ബാഗിൽ നോക്കാൻ. കണ്ണട മുക്കിയമ്പിക്കലേ. അപ്പൊ ഓക്കെ ബൈ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.